ഇതോടെ ഒറ്റയ്ക്കുള്ള എന്റെ സഹായിച്ചോണ്ട് വന്നില്ലേ? ഇല്ല, വന്നില്ല. വന്നില്ലേ? ഇല്ല. എന്തു പറ്റി ലച്ചു? നീ ഒന്ന് വിളി. നിങ്ങളങ്ങ് വിളിച്ചാൽ മതി. ഞാൻ വിളിച്ചിട്ടാ ഞാൻ അവളുടെ വായിക്കണേ ഞാൻ കേൾക്കാനാ. എനിക്ക് വേറെ പണിയൊന്നുമില്ലേ. നീ എന്തിനാണ് അവളെ പഠിക്കുന്നത്? ഞാൻ അവിടെ നിൽക്കല്ലേ, ധൈര്യമായിട്ട് വിളി. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? നിങ്ങൾ എപ്പോൾ ഏത് നിമിഷം എങ്ങോട്ട് കാലം ഓരോന്നും ആർക്കും പറയാൻ പറ്റില്ല. ബാലുവിന് എപ്പോ എങ്ങനെ എവിടെ നിൽക്കണോ നന്നായിട്ട് അറിയാം കേട്ടാ. നീ വിളിയുടെ ലച്ചുനെ വേണമെങ്കിൽ വിളിക്ക്. നല്ലറല്ലേ ലച്ചു എവിടെ? ചേച്ചി എന്താച്ചാ നീ വിളിച്ചിട്ട് വിളി കേട്ടില്ലേ? ഞാൻ വന്നില്ലേ, കാര്യം പറഞ്ഞു. വിളി കേട്ടോണ്ടവരെ എന്താ അത്ര ബുദ്ധിമുട്ട്? അച്ഛൻ കാര്യം പറയാച്ചാ. അവളെ കൊന്ന അവള് പറയില്ല. അവള് മനസ്സ് വെച്ച് നടക്കട്ടെ. അമ്മ കൂളൊന്നും പറയണ്ട. അമ്മ ആരാണെന്ന് എനിക്ക് മനസ്സിലായതാ. ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. എന്നാ പോ വിട്ടോ. അങ്ങനെ പോണ്ട. എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. എന്റെ അച്ഛാ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ന്യായീകരിച്ച് അതിന്റെ പേരിൽ എനിക്ക് 2 എണ്ണം കിട്ടും. എന്തിനാ വെറുതെ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്ത് പ്രശ്നം ഇവിടെ? എന്ത് പ്രശ്നം? എന്താ ഇവള് പറഞ്ഞു എന്തോ പ്രശ്നമുണ്ടെന്ന്? ഇവള് പറഞ്ഞു എന്തോ പ്രശ്നമുണ്ടെന്ന്. ഓഹോ, അതിനിടയ്ക്ക് പോയി പറഞ്ഞ പ്രശ്നം തുടങ്ങിയില്ല, തുടങ്ങാൻ പോന്നേ ഉള്ളൂ. അന്ന് ഓക്കെ. ഒന്ന് വാച്ചാ, ഇവിടെ എങ്ങനെയാ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുമ്പോ ഇവിടെ പ്രശ്നം പോലും. ലച്ചു പറ, എന്താണ് ഇവിടെ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അവക്ക് എന്തോ പ്രശ്നമുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയാണ് അവളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ പറഞ്ഞ അമ്മ കൂടുതലൊന്നും സംസാരിക്കണ്ടെന്ന്. അമ്മ ആരാണെന്ന് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായതാ. അമ്മയുണ്ടല്ലോ. എന്തെങ്കിലും മിണ്ടാരി, എനിക്ക് ഇടക്കിടന്ന് പിടിവിടാൻ വയ്യേട്ടാ. ലച്ചേ, നീ ഒരു അമ്മയ്ക്ക് എന്ത് പ്രശ്നം എന്ത്? അമ്മ വലിയ കമ്പനിയുടെ മാനേജർ ആണല്ലോ ചേട്ടാ. അച്ഛനറിയോ, അമ്മയുടെ ഓഫീസിൽ കുറെ വേക്കൻസി വന്ന് കിടക്കുന്നുണ്ട് ഈ ജോലിക്ക് വേണ്ടിയിട്ടേ. ഇപ്പൊ കുറെ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നുമുണ്ട്. കുറെ ഡിഗ്രി കഴിഞ്ഞ പെമ്പിള്ളേര് വന്ന് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുമുണ്ട്. വലിയ മാനേജർ അല്ലേ, അമ്മയ്ക്ക് ആരെയും കണ്ടുപിടിക്കുന്നില്ല. അല്ലെങ്കിൽ അച്ഛാ, കമ്പനിയിൽ ഇത്രയും വേക്കൻസി വരുന്നുണ്ട്, അമ്മയ്ക്ക് എന്റെ അടുത്തൊരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? അത് അമ്മ പറഞ്ഞോ? ഇല്ല. ആണാടി ഈ സംഭവം ഉള്ളത് തന്നെ. ഇപ്പൊ പറയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന്. അമ്മ എന്താ വേക്കൻസി വന്നിട്ട് അറിയിക്കാണ്ടിരുന്നവളെ? അമ്മ അത് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജോലിക്ക് കയറും. എന്തിനാ? അമ്മയ്ക്ക് അതിന്റെ ക്ഷീണമായിരിക്കും എന്നെയും കൂടെ ജോലിക്ക് വിടണതേ. കോംപ്ലക്സ് അല്ലാണ്ട് എന്ത്? അല്ല, അവിടെ ഇന്റർവ്യൂ നടക്കണ കാര്യം നിന്റെ അടുത്ത് ആരാടി പറഞ്ഞത്? അതൊക്കെ പിന്നെ പറയാൻ ചേട്ടാ. അമ്മ വലിയ മാനേജർ അല്ലേ, അമ്മയ്ക്ക് ഇപ്പൊ ആരെയും പിടിക്കുന്നൊന്നുമില്ല. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടാ. അമ്മയും കുറെ കഷ്ടപ്പെട്ടിട്ടല്ലേ ഇതേപോലെ ഒരു ജോലി കിട്ടിയത്. അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും ഡിഗ്രി കഴിഞ്ഞ് ഒരു ഗതിയും പരഗതിയില്ലാതെ വഴിയാധാരമായിട്ട് എൻ്റെ കൊച്ചിനെ ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ജോലി കൊടുക്കാറുണ്ട്? നീ കൊടുക്കാറുണ്ട്? എനിക്ക് മനസ്സില്ലായിരുന്നു. എനിക്ക് മനസ്സില്ലായിരുന്നു. എങ്ങാനും എൻ്റെ ഓഫീസിൽ ഇവക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കാം. ഇയാളെ ഇന്റർവ്യൂ പാസ്സായി, ഇവള് ജോലിക്ക് കയറി, ഇവള് നന്നായിട്ട് പെർഫോം ചെയ്ത്, പിന്നെ ഇവക്ക് ജോലിക്ക് കയറ്റം കിട്ടും. കയറ്റം കിട്ടി ഇവളെ എങ്ങാനും എൻ്റെ കഷ്ടകാലത്തിന് മാനേജർ പോസ്റ്റ് അടിച്ചു മാറ്റിയാൽ അതിന് ആർക്കാ കുറച്ചില്? എനിക്കല്ലേ കുറച്ചില്. അപ്പൊ പിന്നെ ഞാൻ ഇവളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കോ, ഇവൾക്ക് ജോലി മേടിപ്പിച്ചു കൊടുക്കോ, എന്തെങ്കിലും ചെയ്യോ? മനഃപൂർവ്വം അങ്ങനെ ചെയ്യാണ്ടിരുന്നതാ ഞാൻ. പിന്നെ എനിക്ക് ഇച്ചിരി ഈഗോയും കോംപ്ലക്സും ഒക്കെ കൂടിയ ഒരാളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കും. മതിയമ്മ, ചുമ്മാ കിടന്ന് ഓവറാക്കില്ല. അമ്മയ്ക്ക് കോംപ്ലക്സ് ഈഗോ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അമ്മ പറയടാ, എന്തിനാണ് ഉള്ള എന്തിനാണ് ഇവളുടെ അടുത്ത് ഇന്റർവ്യൂയുടെ കാര്യം പറയാണ്ടിരുന്നത്? ഇവളെങ്ങാനും വന്ന് ഇന്റർവ്യൂ എങ്ങാനും പാസ്സായി നല്ല കാര്യമായിരുന്നല്ലോ. അങ്ങനെ കിട്ടിയല്ല. ബെസ്റ്റ് ഇന്റർവ്യൂവിന് വേണ്ടി അങ്ങ് ചെന്ന് കൊടുക്ക്. അമ്മേലെ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഉറപ്പാണ് എന്നെ തോപ്പിച്ചളയും. ഇപ്പൊ നിന്റെ അടുത്ത് ആരും ഇത് പറഞ്ഞു? അതൊന്ന് പറയാവോ? ഞാൻ പറയാം. പറഞ്ഞെന്നെ വിളിച്ചു ചോദിക്കാൻ പറ്റില്ല, അതെനിക്ക് ഉറപ്പ് വേണം. ഇല്ല, വിളിച്ചു ചോദിക്കൂല. നീ പറ. ചോദിക്കരുത്. പറഞ്ഞ ആൾ എന്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞതാണ് അമ്മ ഇത് അറിയരുത് എന്നുള്ള കാര്യം. നീ പറയടി ഒന്ന്. ഞാൻ കുഴിപ്പളത്ത് പോകുന്ന വഴിക്ക് റോട്ടിൽ വെച്ചിട്ട് സുഷമാൻഡിനെ കണ്ടു. അപ്പൊ സുഷമാൻഡിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഓഫീസിൽ ഇത്രയും വേക്കൻസി ഉണ്ടായിരുന്നു എന്ന്. അത് ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല, എൻ്റെ അമ്മ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൻറ്റി അതിശയിച്ച് ചോദിക്കുന്നു, അമ്മ ഒന്നും പറഞ്ഞില്ലേ? മറ്റുള്ളവർക്ക് എൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്, അമ്മയ്ക്കില്ല. അതെങ്ങനെയാ? നമ്മുടെയൊക്കെ കാര്യത്തിൽ അമ്മയ്ക്ക് അത്ര സീരിയസ്നെസ് അല്ലേ ഉള്ളൂ. ഓ, അപ്പൊ അതാണ് കാര്യം. ഓഫീസിൽ പുതിയ സ്റ്റാഫിന് വേണ്ടിയുള്ള ഇന്റർവ്യൂ സുഷമ എവിടെ കണ്ടപ്പോൾ ഏരിയേറ്റി കൊടുത്തു. അനുഭവിച്ചോ? നീ വേറെ എന്തോ ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞത്, എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ചോദിക്കട്ടാ, ലച്ചു നിന്റെ ഓഫീസിൽ ജോലിക്ക് കയറുന്നതുകൊണ്ട് നിനക്ക് അസൂയല്ലടി? അതെ. അതേന്ന് നീലുവായി